അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ, ഞങ്ങളിപ്പോൾ ജിദ്ദയിലാണ്. ജിദ്ദയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇന്ന് രാവിലെ തൊട്ട് മഴ തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു മണിക്കൂർ മുമ്പാണ് മഴ തുടങ്ങിയത്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ബലത്, ജിദ്ദയുടെ ഹൃദയഭാഗം എന്ന് പറയുന്ന ബലതാണ്. ആ ബലതിൽ നിന്ന് മഴയുണ്ടായിരുന്നു. അവിടെ വെള്ളമൊക്കെ ചെറിയ രീതിയിൽ കെട്ടിക്കൊടുത്തുണ്ട്. പക്ഷേ ഇവിടെയുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത് സിവിൽ ഡിഫൻസ്, അതിവിടെ നമ്മളെ നാട്ടിലെ ഫയർ സർവീസ്, അവർ എല്ലാ വാഹനങ്ങളൊക്കെ എല്ലാ 4 ജംഗ്ഷൻ കൂടുന്ന സ്ഥലങ്ങളിൽ, 4 റോഡുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം സിഗ്നലിൻ്റെ അടുത്തായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്തെങ്കിലും ദുരിതമുണ്ടായാൽ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബോട്ടുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലായാൽ ആളെ രക്ഷിക്കാൻ വേണ്ടി സിവിൽ ഡിഫൻസ് എല്ലാം റെഡിയായി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞങ്ങൾ ചിരിച്ചെന്ന് പറഞ്ഞാൽ പ്രശ്നം ഇതാണ്, ഇതുവരെ മഴ പെയ്തിട്ടില്ല, ഇവരെല്ലാം റെഡി ആയിരിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും ദിവസം മഴ പെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എല്ലാം പള്ളികളിൽ നമസ്കാരം ഉണ്ടായിരുന്നു. രാവിലെ ഫജർ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് ഒരു 6:50 6:55 ആണ് പിന്നെ ഇസ്തിസ്ക എന്നാണ് പറയുന്നത്, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന്. അപ്പോൾ സൗദിയുടെ എല്ലാ ഭാഗത്തും എല്ലാ പള്ളികളിലും ഈ നമസ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇന്ന് രാവിലെ തൊട്ട് ചോദിച്ചു തുടങ്ങി, ഇന്നലെ നിസ്കരിച്ചതല്ലേ നിങ്ങൾ, എന്ത് മഴ പെയ്തില്ലല്ലോ? അപ്പോൾ എന്തായാലും ശരി, മഴ എല്ലാ സ്ഥലത്തും പെയ്തിരിക്കുകയാണ്. പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുന്നെന്നാണ് അറബികൾ പറയുന്നത്. സംഗതി സത്യമാണ്, റഹ്മത്ത് തന്നെയാണ്. നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ കിടക്കുന്ന എല്ലാ വിത്തുകളും അതിങ്ങനെ മുളച്ച് പൊന്തി വരും, പച്ച പരവതാനി വിരിച്ചതുപോലെയാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ശരി, അപകടങ്ങളോ ആപത്തുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. മഴ പല സ്ഥലത്തും പെയ്യുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്, പിന്നെ ലൈറ്റ്നിങ് ഉണ്ട്, അതൊക്കെ അങ്ങനെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പല സ്ഥലത്ത് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലത്ത് പല രീതിയിലാണ് മഴയുടെ പോക്ക് വരുന്നത്. അപ്പോൾ ജിദ്ദയിൽ തന്നെ നമ്മൾ നാട്ടിൽ റേഷൻ കൊടുക്കുന്നത് പോലെയാണ്. ഒരു ഭാഗത്ത് രാവിലെ തുടങ്ങി, ഒരു ഭാഗത്ത് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി, മറൊരു ഭാഗത്ത് രാത്രി. ഇതാ ഇപ്പൊ മഴ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബവാദി ഏരിയയിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇനി വിത്തര നമസ്കാരത്തിന് ശേഷമേ ഞാൻ ഉറങ്ങുള്ളൂ. അപ്പൊ ഞാനും ഉറങ്ങാൻ പോയാണ്. മഴ അങ്ങനെ തകർത്ത് പെയ്യാണ്. ആളുകളെല്ലാം വണ്ടി ഇറക്കി, പിന്നെ ഗ്യാരേജിൽ ഇടാതെ വണ്ടി ഇറക്കി പുറത്തിട്ടിരിക്കുകയാണ്. കാരണം മഴയത്ത് നനഞ്ഞ് കച്ചട എല്ലാം അഴുക്കെല്ലാം പോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും കഴിയുന്നത്ര നമ്മുടെ